തിരുവനന്തപുരം ശംഖുമുഖം തീരത്ത് ശ്രീപത്മനാഭസ്വാമിയുടെ ആറാട്ടുപാതയ്ക്ക് കുറുകെ പടുകൂറ്റൻ പടിക്കെട്ട് നിർമ്മിച്ച സ്ഥലത്ത് ക്ഷേത്രതന്ത്രി തരണനെല്ലൂർ സതീശൻ നമ്പൂതിരിപ്പാട് സന്ദർശനം നടത്തുന്നു. ക്ഷേത്ര അധികൃതരും ഒപ്പം ഉണ്ട്. തത്സമയ ദൃശ്യങ്ങളിലേക്ക് പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി. പ്രശാന്ത്, ഈ വാർത്ത നമ്മളാണ് പ്രേക്ഷകരെ അറിയിച്ചത്. എന്തായാലും ഗുരുതരമായ ഒരു ആചാര ലംഘനത്തിനുള്ള ഒരു പുറപ്പാടായിരുന്നു, അതാണ് നമ്മൾ പ്രേക്ഷകരെ അറിയിച്ചത്. എന്തായാലും ഇപ്പോൾ ശ്രീപത്മനാഭസ്വാമിയുടെ ആറാട്ട് പാതയ്ക്ക് കുറുകെ പടുകൂറ്റൻ പടിക്കെട്ട് നിർമ്മിച്ച സ്ഥലത്ത് ക്ഷേത്ര തന്ത്രി സന്ദർശനം നടത്തുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്ന വിവരങ്ങൾ. രാഖി, ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ സതീശൻ നമ്പൂതിരിപ്പാടും അതോടൊപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതായത് അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ തിരുവിതാംകൂർ ഈ ക്ഷേത്രം പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ക്ഷേത്രത്തിന് തന്നെ ആറാട്ടുമായി ബന്ധപ്പെട്ടുള്ള ആറാട്ട് വീതി, ആ വീതിക്ക് കുറേ പടിക്കെട്ടുകൾ നിർമ്മിച്ച സംഭവത്തിലാണ് ഇപ്പോൾ അതിൽ ക്ഷേത്രം ഭാരവാഹികളടക്കമുള്ളവർ, തന്ത്രി അടക്കമുള്ളവരിലേക്ക് എത്തിയിരിക്കുന്നത്. തിരുവിതാംകൂർ രാജകുടുംബാംഗം ആദിത്യവർമ്മ, അതോടൊപ്പം തന്നെ BJP ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ തുടങ്ങി നിരവധി പേർ, അതോടൊപ്പം തന്നെ ഹിന്ദു ഐക്യവേദി നേതാക്കൾ, ഇവരെല്ലാവരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ സ്ഥലം സന്ദർശിക്കുകയാണ് ഇപ്പോൾ നിലവിൽ സ്ഥലം സന്ദർശിക്കുകയാണ്. നേരത്തെ നമ്മൾ ജനം TV ആണ് ഈ വാർത്ത നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട ആചാര ലംഘനത്തിലുള്ള നീക്കം നടക്കുകയും ഭഗവാന്റെ തന്നെ ആറാട്ട് വീതിയിൽ തന്നെ കീറി മുറിച്ചുകൊണ്ട് വലിയ പടുക്കൂട്ടൻ പടിക്കെട്ടുകൾ, അത് കോൺക്രീറ്റ് പടിക്കെട്ടുകൾ നിർമ്മിച്ചിരുന്നു. ആ കോൺക്രീറ്റ് പടിക്കെട്ടുകൾ നിർമ്മിക്കുകയും ആചാരത്തെ തന്നെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ, ഭഗവാന്റെ ആറാട്ടിനെ തന്നെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള നീക്കങ്ങൾ ഇവിടെ നടന്നിരുന്നു. യാതൊരുവിധ മുൻ നടപടികളൊന്നും സ്വീകരിക്കാതെയാണ് ഇത്തരത്തിലുള്ളൊരു ആചാര ലംഘനം ഈ സ്ഥലത്ത് നടന്നത്. ഇതോടുകൂടിയാണ് ഇത്തരത്തിൽ ആറാട്ട് വീതിക്ക് കുറുകെയായിട്ട് ഈ മണത്തിൽ തിട്ടയിൽ ഇരുന്നു കൊണ്ട് തന്നെ പൂജാകർമ്മങ്ങളടക്കം ചെയ്യുന്ന ഭഗവാന്റെ വിഗ്രഹമടക്കം ഇവിടേക്ക് ഇറക്കി വെച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്ന സ്ഥലത്ത് ഇത്തരത്തിലൊരു ഗുരുതരമായിട്ടുള്ള ആചാര ലംഘനം നടക്കുന്നത്. ഇതിനാണ് ഇപ്പോൾ ജനം TV വാർത്ത നൽകിയിരുന്നു. ആ വാർത്തയ്ക്ക് പിന്നാലെയാണ് ഈ തന്ത്രി അടക്കമുള്ളവർ, തന്ത്രിയും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തന്ത്രിയും അതോടൊപ്പം തന്നെ തിരുവിതാംകൂർ രാജകുടുംബാംഗം, അതോടൊപ്പം തന്നെ BJPയുടെ സിറ്റി ജില്ലാ അധ്യക്ഷനും ഭരണസമിതി അംഗവുമായ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണസമിതി അംഗവുമായ കരമന ജയൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഇവിടേക്ക് എത്തുകയും ഈ സ്ഥലത്തിൻ്റെ നിലവിലെ ഈ നിർമ്മിതികൾ നോക്കിക്കാണുകയാണ്. അതിനുശേഷം പൊളിച്ചു മാറ്റുന്ന അടക്കമുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇത്തരത്തിലുള്ള കോൺക്രീറ്റ് പാളികൾ അത് ഇതേ നിൽക്കുമ്പോൾ നമുക്കറിയാം, ഈ സ്ഥലത്തിരുന്നുകൊണ്ട്, ഈ മണൽത്തിട്ടകളിൽ ഇരുന്നുകൊണ്ടാണ് ഇത്തരത്തിൽ പൂജകൾ ചെയ്തത്. ആ പൂജകൾ ചെയ്യുമ്പോൾ ഭഗവാന്റെ ഗരുഡവാഹനം ആറാട്ട് മണ്ഡപത്തിൻ്റെ അവിടെ സ്ഥാപിക്കും. ആ ആറാട്ട് മണ്ഡപത്തിൻ്റെ ആ ഗരുഡവാഹനത്തെ നോക്കിക്കൊണ്ടാണ് പൂജകൾ നടക്കുന്നത്. ആ പൂജകൾ നടക്കുന്ന അതിന് ഒരു വിഘ്നം വരുന്ന രീതിയിലാണ് നിലവിൽ നിർമ്മിതിയിരിക്കുന്നത്. അതായത് നിലവിൽ മണൽത്തട്ടയിൽ വിഗ്രഹം സ്ഥാപിച്ചുകൊണ്ട് പൂജാതി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, അഭിഷേകമടക്കം ചെയ്യുമ്പോൾ ഈ ഭഗവാന്റെ ഗരുഡവാഹനമോ മറ്റോ ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം നടക്കുകയും അത് ആദ്യം തുടക്കത്തിൽ ഈ അതീവ രഹസ്യമായിട്ടാണ് ഇതൊക്കെ നടത്തിയതെന്നാണ് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ്, ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഇറിഗേഷൻ വകുപ്പിൻ്റെ ഭാഗത്താണ് ഇത്തരത്തിലുള്ള നീക്കം നടന്നത്. അതിന് പിന്നാലെയാണ് ജനം TV ഇത് വാർത്തയാക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ക്ഷേത്രം ഭാരവാഹികൾ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുകയും സ്ഥലം സന്ദർശിച്ചുകൊണ്ട് ഒരു മാർഗ്ഗനിർദ്ദേശം, തുടർന്ന് ഇതിനെ പൊളിച്ചു മാറ്റുന്ന അടക്കമുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളിലേക്ക് കടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്ഷേത്രം തന്ത്രി കൂടി തിരുമേനി നമസ്കാരം. ഒന്നും പറയാനില്ല, ഇപ്പൊ ഒന്നും പറയാനില്ല. നിലവിൽ അദ്ദേഹം സംസാരിക്കുന്നില്ല, പ്രതികരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ എന്താണ് ഒരു പ്രതിവിധി മാർഗം എന്താണെന്നടക്കമുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ളൊരു കൂടിയാലോചനകൾ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഇത്തരത്തിലുള്ള പരിഹാര കർമ്മങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ ചെയ്യുക. വലിയൊരു അനാസ്ഥ ഇതിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. ഇത്തരത്തിലൊരു നിർമ്മിച്ചപ്പോൾ അതിൽ ഇത്തരത്തിൽ ഭഗവാന്റെ വീതിയെ തന്നെ കീറി മുറിക്കുന്ന രീതിയിലായിരുന്നു തുടക്കത്തിലുണ്ടായത്. അതിനുശേഷം ഹിന്ദു ഐക്യവേദിയുടെ വലിയ ഇടപെടൽ നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ജനം TVയും ഈ വാർത്തയാക്കുകയും ചെയ്തു. തുടർന്നാണ് ഇത്തരത്തിലിപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ അധികൃതർ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിക്കൊണ്ട് നിലവിൽ ഇതിനെ എന്താണ് പരിഹാര മാർഗം എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് നോക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും ഇതിൽ ഗുരുതരമായൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ആ വീഴ്ച പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇറിഗേഷൻ വകുപ്പ് തന്നെ തുടങ്ങിയത് വളരെയധികം നന്ദി അവരോട് രേഖപ്പെടുത്തുകയാണ്. പക്ഷേ ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക് ഇവിടുത്തെ ആറാട്ടിന് സുഗമമായ രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള
ഒരു കൃത്യമായ ഒരു സൊല്യൂഷൻ ഇപ്പോൾ ഇവിടെ ഉണ്ടാകും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതായത് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന ഈ പടിക്കെട്ട് ഏതാണ്ട് 6 മീറ്ററോളം ഇടിച്ചു മാറ്റിക്കൊണ്ട് ഒരുപക്ഷെ കടൽക്ഷോഭം ഉണ്ടായാലും അതിന് യാതൊരു കോട്ടവും സംഭവിക്കാത്ത തരത്തിൽ ഉള്ള രീതിയിലുള്ള ഒരു നിർമ്മാണത്തിനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. വലിയ അനാസ്ഥയല്ലേ നടന്നത്? കാരണം നമുക്കറിയാം പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് വെച്ചാൽ നൂറ്റാണ്ടുകളായിട്ട് ആയിരത്താണ്ടുകളായിട്ട് ഈ നടക്കുന്ന ആചാരമാണ്. അപ്പോൾ ആ ഗരുഡവാഹനം അടക്കം ഭഗവാന്റെ അവിടെ സ്ഥാപിച്ചുകൊണ്ട് ഇവിടെ പൂജ നടത്തുമ്പോൾ അതിനെല്ലാം മറയ്ക്കുന്ന രീതിയിലൊരു പടിക്കെട്ട് നിർമ്മിക്കുക, ആ പടിക്കെട്ടിന് ആരും നോക്കിയില്ല എന്നത്, ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് പോലും ആരും നോക്കിയില്ല എന്നത് വലിയ ഗുരുതര അനാസ്ഥയല്ലേ? തീർച്ചയായിട്ടും. അതായത് ഈ പ്രവൃത്തി സാധാരണ ഒരു നിർമ്മാണ പ്രവൃത്തിയായിട്ട് കണ്ടതിൻ്റെ ഒരു വിഷയമാണ് ഇതിനകത്ത് ഗൗരവമായി കാണേണ്ടത്. കാരണം ഇപ്പോൾ ഈ സർക്കാർ ഈ നിർമ്മാണ പ്രവൃത്തി ചെയ്യുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം തന്നെ ഇവിടുത്തെ ഈ കടൽ തീരം സംരക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ ആറാട്ടിന് വേണ്ടി എന്നുള്ള വ്യാജേനയാണ് ഇപ്പോൾ സംരക്ഷിക്കാൻ വേണ്ടി തയ്യാറായിട്ട് വന്നത്. പക്ഷേ അത്തരത്തിലുള്ള സംരക്ഷണം നടത്തുമ്പോൾ സ്വാഭാവികമായും ഇവിടുത്തെ ആറാട്ടിനെ തടസ്സപ്പെടുത്താത്ത രീതിയിലുള്ള കൃത്യമായിട്ടുള്ള ഒരു കൂടിയാലോചനകളുടെ അഭാവം വളരെ കൃത്യമായി ഇവിടെ നമുക്ക് നോക്കിക്കാണുന്ന ഏതൊരാൾക്കും കാണുവാൻ സാധിക്കും. അതായത് ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇനി എന്തൊരു പരിഹാര മാർഗമാണ് ഹിന്ദു ഐക്യവേദിയുടെ ഭാഗത്ത് ഇതിനകത്ത് പറയാനുള്ളത്? അല്ല, ഇതിനകത്ത് കൃത്യമായിട്ട് ഇപ്പോൾ തന്ത്രി നമ്പൂതിരിപ്പാട്, തണ്ണനല്ലൂർ സതീശ നമ്പൂതിരിപ്പാട് അദ്ദേഹം ഇവിടെ വന്ന് കണ്ടു. ഏതാണ്ട് ഒരു 6 മീറ്റർ ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും മുകളിലത്തെ 3 പടികൾ പൂർണ്ണമായും ഇടിച്ചു മാറ്റിക്കൊണ്ട് സ്വാഭാവികമായിട്ട് അദ്ദേഹം ഉയർത്തിയൊരു ആശങ്കയുണ്ട്. ഇത് ഇപ്പോൾ റാമ്പ് ചെയ്യാനാണ് ഇവിടുത്തെ നിർമ്മാണ പ്രവൃത്തിയിലുള്ള മറ്റൊരു കാര്യം. ഈ റാമ്പിൻ്റെ ലെവൽ എവിടം വരെ കൊണ്ട് നിർത്തും? കാരണം നാളെ ആറാട്ടുമായി വരുമ്പോൾ തലയിൽ അല്ലെങ്കിൽ ഭഗവാനെ കൊണ്ട് തിരിച്ചിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് റാമ്പിലൂടെ വളരെ ചരിഞ്ഞ റാമ്പാണെങ്കിൽ അത് കൊണ്ടുവരുവാനും വീഴുവാനുമുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരം ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് ഇവിടുത്തെ ആറാട്ടിനും ഭഗവാനും നീരാടുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ലെവൽ എടുത്തുകൊണ്ട് വേണം ഈ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കേണ്ടത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഇവിടെ ഇപ്പോൾ മൈനർ ഇറിഗേഷൻ വകുപ്പിൻ്റെയും ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയുടെയും എല്ലാ ആൾക്കാരുമുണ്ട്. തന്ത്രി നമ്പൂതിരിപ്പാടിൻ്റെ നിർദ്ദേശാനുസരണം അത്തരത്തിലുള്ളൊരു പ്രവൃത്തി നടത്തിക്കൊണ്ട് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഈ മണ്ഡപം സംരക്ഷിക്കുന്നതോടൊപ്പം ആറാട്ട് സുഗമമായി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തുവാൻ സാധിക്കും എന്നാണ് ഞങ്ങളും കരുതുന്നത്. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പത്മനാഭസ്വാമിയുടെ ആറാട്ട് കടവായിട്ടാണ് ഈ ശംഖുമുഖത്തെ പറയുന്നത്. ശംഖുമുഖം ഈ കടൽ തീരത്തെ പറയുന്നത് നമുക്കൊരു ബീച്ചായിട്ടല്ല നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ കടൽ തീരത്തേക്ക് വരാൻ തന്നെ ആയിരക്കണക്കിന് ആളുകൾ ഇവിടേക്ക് എത്തുകയും ഇവിടെ ബലിതർപ്പണം അടക്കം നടന്നു വരുന്ന സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പൈതൃകവും പഴമയും ഇതിൻ്റെ ഒരു ചരിത്രവും ഒക്കെ അറിയാതെയാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതും ഇത്തരത്തിലുള്ള വിഷയങ്ങളിലേക്കൊക്കെ എത്താനൊരു കാരണമായത്. തീർച്ചയായിട്ടും. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു സാധാരണ നിർമ്മാണ പ്രവൃത്തിയായിട്ട് കണ്ടതിൻ്റെ ഒരു പ്രശ്നമാണ് ഇവിടെ കാണുന്നത്. നമുക്കറിയാം ഈ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട് തന്നെ ഈ ആറാട്ട് ഇവിടെ നടക്കുന്നതാണ്. തിരുവിതാംകൂർ ഇന്ത്യ രാജ്യത്തോട് ലയിക്കുമ്പോൾ തന്നെ അവിടെ കവനൻ്റ് ഉണ്ടാക്കി. ആ കവനൻ്റിൽ കൃത്യമായി ഇതിനകത്ത് വിമാനത്താവളം ഉൾപ്പെടെ 1 വർഷം 2 ദിവസം അടച്ചിട്ടുകൊണ്ട് ഇവിടുത്തെ വിമാനത്താവളത്തിൻ്റെ റൺവേയിലൂടെ ഈ ആറാട്ട് കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും വിമാനത്താവളം അടച്ചിടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ആറാട്ടിൻ്റെ പൂർണ്ണമായിട്ടുള്ള നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കണമെന്ന് കവനൻ്റിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തെയാണ് ഇവിടെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്ഷേത്ര ആരാധനയും ഇവിടുത്തെ ആചാരങ്ങളെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢശ്രമമാണോ എന്ന് ഹിന്ദു ഐക്യവേദി സ്വാഭാവികമായി സംശയം ഉന്നയിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ സമയത്ത് ഇത്തരം എതിർപ്പ് ഉയർന്നു വന്ന സാഹചര്യത്തിൽ അടിയന്തിരമായി ഇതിൻ്റെ എഞ്ചിനീയറിംഗ് വിദഗ്ധരും ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയും ചേർന്നുകൊണ്ട് ഇതിന് ശാശ്വതമായ ഇവിടുത്തെ ആറാട്ടിന് അല്ലെങ്കിൽ ഇവിടുത്തെ ഭഗവാനെ എഴുന്നള്ളിക്കുന്നതിൽ യാതൊരു ഭംഗവും വരാത്ത രീതിയിലുള്ള ഒരു സജ്ജീകരണം ഏർപ്പെടുത്തുവാൻ സാധിക്കണം എന്നുള്ളതാണ് ഹിന്ദു ഐക്യവേദിയുടെ അഭിപ്രായം. രാഖി, അത് തന്നെയാണ് ശക്തമായൊരു പ്രതിഷേധം ഇതിൽ ഹിന്ദു ഐക്യവേദി ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശരി പ്രശാന്ത്, എന്തായാലും അതിശക്തമായ പ്രതിഷേധത്തിൽ തന്നെയാണ് ഹിന്ദു ഐക്യവേദി ശ്രീ പത്മനാഭന്റെ ആറാട്ട് തടസ്സപ്പെടുത്താൻ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഒരു നീക്കത്തിന്റെ ഭാഗം കൂടിയാണ് ഇത്. അതാണ് ഇറിഗേഷൻ വകുപ്പ് നടത്തിയ നീക്കത്തിനെതിരെ ഉയർന്ന വിമർശനം. പ്രസാദ് സംക്രമങ്ങൾ തന്റെ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.